തിരുവനന്തപുരം ജില്ലയിലെ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ് മടവൂർപ്പാറ. തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ മാത്രമാണ് മടവൂർപ്പാറ പോകാൻ വേണ്ടി വരുന്നത്. മടവൂർപ്പാറ ഇത് മാത്രം പാർക്ക് മാത്രമല്ല, ഒരു ചെറിയൊരു ഗുഹാക്ഷേത്രമുണ്ട്. അതാണ് മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഒരു മണ്ഡപം ഇതേ പൊളിഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു എൻട്രി ഗേറ്റിൻ്റെ വലതുവശത്തായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ മുൻവശത്ത് ഒരുപാട് വണ്ടികൾ അവിടങ്ങളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലായിട്ടൊരു പാർക്കിംഗ് ഏരിയ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് ആണോ അല്ല ഇവർ തന്നെയാണെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ വാഹനങ്ങൾ ഒരുപാട് വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്തോട്ട് കയറാൻ ബാക്കി എൻട്രി ഫീസോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല. ആ കാണുന്ന കൗണ്ടറിൽ നമ്മൾ ID പ്രൂഫും ബാക്കി കാര്യങ്ങളെല്ലാം കൊടുക്കുക. അത് കഴിഞ്ഞ് ശാലംകൂടെ മുന്നിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളെ പേര്, ഫോൺ നമ്പർ, ബാക്കി ഡീറ്റെയിൽ എല്ലാം ഇവിടെ എഴുതുക. ഇവിടെ എഴുതി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്തോട്ടുള്ള എൻട്രി വരുന്നത്. കയറി ചെല്ലുമ്പം തന്നെ നമുക്കൊരു ചെറിയൊരു പാർക്ക് കാണാൻ പറ്റും. ഈ ഒരു പാർക്ക് ഈ ഒരു എൻട്രി അല്ലാതെ വേറൊരു എൻട്രിയും കൂടെ ഉണ്ട്. നമുക്ക് പാറയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ പാർക്കിൽ തന്നെ അവിടെ ഇവിടങ്ങളിലായിട്ട് ചെറിയ രീതിയിൽ ബെഞ്ചെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികളായിട്ട് വരുന്നവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് തന്നെയാണ്. ഒരുപാട് റൈഡുകളില്ലെങ്കിലും കുറച്ച് റൈഡുകളേ ഉള്ളൂ. എന്നാലും അതിമനോഹരമായിട്ട് അവർ മാക്സിമം അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴി തന്നെ ചരട് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡായിട്ട് റോഡ് കാണാൻ പറ്റും. ആ റോഡിൽ കയറുന്ന സ്ഥലത്ത് തന്നെയാണ് ഇതേക്കൊണ്ട് ചെറിയൊരു ആർട്ട് വർക്കും ബാക്കി കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതിനോട് ചേർന്ന് ചെറിയൊരു കുളമുണ്ട്. പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, എല്ലാം നശിച്ചിങ്ങനെ കിടക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. ആ റോഡ് നമ്മൾ നേരെ പോകുന്നത് ഒരു ടോയ്ലറ്റിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ്. റോഡെല്ലാം അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇനി നമ്മൾ അടുത്ത് നേരെ പോകുന്നത് പാറയുടെ മുകളിലോട്ടാണ്. പാറയിലോട്ട് കയറി പോകുന്ന പല സ്ഥലങ്ങളിലായിട്ട് ഇത് കണക്ക് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ വേസ്റ്റ് കുപ്പികളും ബാക്കി ഇടുന്നതിന് വേണ്ടി ഒരു വേസ്റ്റ് ബിന്നും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുപ്പികളൊന്നും കാണാനില്ല. ഈ കുപ്പികളെല്ലാം ഈ പരിസരത്തിനെ കാണാനാണ് ചാൻസ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കാണുന്നതിന് ബാംബു ബ്രിഡ്ജ്. അതുപോലെ തൊട്ടടുത്തായിട്ട് നമുക്ക് വലിയൊരു ഓപ്പൺ എയർ സ്റ്റേഡിയം കാണാൻ പറ്റും. നമുക്കിതിപ്പം വലിയൊരു ഉപയോഗശൂന്യമായ രീതിയിലാണ് കാണുന്നത്. പുല്ലെല്ലാം പിടിച്ച് സൈഡിലെല്ലാം. ഈ മടവൂർ പാറയുടെ മുകളിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു പാറയുടെ മുകളിൽ ഇരിപ്പിടങ്ങൾ വരെ എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു പാറയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണെന്നല്ല അറിയത്തില്ല. ഇതൊക്കെ ഇരിക്കാൻ വേണ്ടിയൊക്കെ അതിമനോഹരമായിട്ട് പാറയിൽ തന്നെ അവർ ഇവിടങ്ങളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പല ഷേപ്പിലുള്ള പാറകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് താഴോട്ട് കാണാൻ പറ്റും. ഈ താഴോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നതിന് നമ്മൾ ഈ വന്ന വഴി അല്ലാതെ വേറൊരു എൻട്രിയും കൂടെ ഉണ്ട്. ആ എൻട്രിയിലോട്ട് പോകുന്ന വഴിയാണ് ഇത് മെയിനായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് രണ്ട് സൈഡിൽ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സൈഡിലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇടത്തെ സൈഡിൽ ആ ഒരു ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു ചെടിയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ചെടിയോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മെയിൻ്റനൻസോ ബാക്കി കാര്യങ്ങളോ നല്ല രീതിയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനത്തെ ഒരു കോലത്തിലോട്ട് പോയത്. എന്തായാലും അതിമനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ടൂറിസം ഇവിടെ ഒരു പ്ലാൻ ചെയ്ത സമയത്ത് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇരിക്കാനൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്ത് നമുക്കൊരു വലിയൊരു ടാങ്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു ജലസേചനത്തിനുള്ള ആവശ്യമുള്ള എല്ലാ വെള്ളം ഇവിടെ നിന്നായിരിക്കും എടുക്കുന്നതെന്ന് തോന്നുന്നത്. പിന്നെ ഇത് കണക്ക് ചെറിയതായിട്ടുള്ളൊരു ഓപ്പൺ ഒരു ഏരിയ കാണാൻ പറ്റും. അതെന്തിനാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ മൊത്തം മരങ്ങളായിട്ടാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു സെക്യൂരിറ്റി കൗണ്ടർ കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു എൻട്രി ഇവിടെ നിന്നാണ് വരുന്നത്. വേറൊരു എൻട്രി കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ എൻട്രി ഒരു സെക്യൂരിറ്റി ഗാർഡ് അതുവഴി കയറി നമുക്ക് മുകളിലോട്ട് വരണം. ഈ മുകളിലോട്ട് വരാൻ വേണ്ടി നമുക്ക് ഈ ഒരു കയറിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതുവഴി വരുന്നവർ മാക്സിമം ഈ റൂട്ട് ഒഴിവാക്കുക. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ പോത്തങ്കോട് കാട്ടായിക്കുണത്ത് നിന്ന് ശ്രീകാര്യം പോകുന്ന വഴിയിൽ ഫസ്റ്റത്തെ ലെഫ്റ്റാണ് നമ്മൾ ഈ റോഡ് വരുന്നത്. ഈ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ചേങ്കോട്ടണം ഐരൂപ്പാറ റോഡിൽ ചെന്ന് കയറും. അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താണ് നമ്മൾ നേരത്തെ വന്ന മുൻവശത്തെത്തിയത്. ഇവിടെ ടിക്കറ്റോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻട്രി ഗേറ്റ് എല്ലാം ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കും. ഇവിടെ ഒരു 2-3 ചെറിയ കടകളുണ്ടെന്നല്ലാതെ വേറെ ഒന്നും തന്നെ അല്ല. ഈ കടയുടെ അവിടെ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റാണ് ഇതുവഴി വരുന്നവരെ പോകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഗുഹാക്ഷേത്രമാണ്. ഇത് ഈ സമയത്ത് ഇത് ഓപ്പൺ അല്ല. വന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച സമയമായിട്ട് ഓപ്പൺ അല്ല. ഇത് വൈകുന്നേരം 5:30 ഇവിടെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇത് ക്ഷേത്രത്തിനകത്ത് കയറാൻ കണക്കാക്കി വരുന്നവരാണെങ്കിൽ 5:30 കഴിഞ്ഞ് വരിക. 9ാം സെഞ്ചുറിയിലാണ് ഈ ഒരു ഗുഹാക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്രാചീന കാലത്തുള്ള മലയാളത്തിൻ്റെ ആദ്യകാല എഴുത്ത് വട്ടെഴുത്ത് ഇവിടെ കാണാൻ പറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും 5:30 കഴിഞ്ഞിട്ട് വരിക. ആ സമയത്ത് മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. നമുക്കിവിടെ നേരെ പാറയുടെ മുകളിലോട്ട് തന്നെ പോകാം. ആ ഒരു സൈഡ് വഴി നമ്മൾ പിടിച്ച് നേരെ പിന്നെയും പാറയുടെ മുകളിലോട്ട് കയറി. ഇനി ഇവിടുന്ന് മെയിനായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാണുന്നതാണ്. ഈ പാറയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കഴക്കൂട്ടം സൈഡ്, ഒരു പോത്തങ്കോട് സൈഡ്, അതൊക്കെയാണ് നമുക്കിവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് തന്നെ കുടുംബശ്രീയിലെ ചെറിയൊരു ക്യാൻറ്റീൻ ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ചെറിയൊരു ക്യാൻറ്റീനാണ്. ഇതിൻ്റെ തൊട്ട് ചേർത്ത് തന്നെയാണ് ചെറിയൊരു ഹട്ട് ഇവിടെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ പണ്ട് കാലത്ത് നിർമ്മിച്ചത് തന്നെയാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂറിസം സ്റ്റാർട്ട് ചെയ്ത സമയം നിർമ്മിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ രീതിയിലായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് മടവുപ്പാറയിലെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ബാംബു ബ്രിഡ്ജ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്നതും ഇത് കാണാൻ വേണ്ടി തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ കാട്ടിനകത്തോട്ട് കയറി പോകുന്നൊരു ബ്രിഡ്ജാണ്. അതിമനോഹരമാണ്, ഇതിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വന്ന സമയത്ത് ഇതാണ് അവസ്ഥ. ഇത് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് അകത്തോട്ട് ഇപ്പം ആരും കയറ്റി വിടുന്നില്ല. ഇതിനി മെയിൻറ്റെയിൻസ് ചെയ്യുമോ എന്നുള്ളതിന് യാതൊരുവിധ ഐഡിയ ഇല്ല. പല സ്ഥലങ്ങളും ഇതേ കണക്ക് തന്നെയാണ്, മെയിൻറ്റെയിൻസ് ചെയ്താൽ നശിച്ചു പോകുന്നത്. മെയിൻറ്റെയിൻസ് ചെയ്താൽ നല്ലൊരു ടൂറിസം പിന്നെയും നിലനിന്ന് പോകും എന്നാണ് വിശ്വാസം. എന്തായാലും കൊള്ളാം. എന്തായാലും അടുത്തൊരു മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ തീർച്ചയായും ഇടുന്നതായിരിക്കും. എന്തായാലും വന്നതല്ലേ, എന്തായാലും നമുക്ക് ഇനി ഇവിടെയുള്ള ബാക്കി കാഴ്ചകളും ഈ പാറപ്പുറത്ത് നിന്ന് ഈവനിങ്ങിൽ കാണാൻ പറ്റുന്ന കുറച്ച് അതിമനോഹരമായിട്ടുള്ള ഇതേ കണക്കുള്ള കുറേ കാഴ്ചകളെല്ലാം കണ്ടു പോകാം. എന്തായാലും ഇതേ കണക്ക് ഇനിയും ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Just